ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമ കാണാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ? എല്ലാവരും സിനിമ കാണാറുണ്ട്. തിയേറ്ററിൽ പോയി സിനിമ കാണുന്നവരാരൊക്കെയാ? എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്നവരാണല്ലേ? എന്താ ആഷിക്ക്? ആഷിക് പറയുന്നു മമ്മൂട്ടിന്റെ ഫിലിം എല്ലാം തിയേറ്ററിൽ പോയിട്ടാണ് കാണാറ്. ഇവിടെ മോഹൻലാൽ ഫാൻസും ഉണ്ട്. മോഹൻലാലിന്റെ ഫിലിം ആണെങ്കിൽ അതും തിയേറ്ററിൽ പോയിട്ടാണ് കാണുന്നത്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ടുണ്ട് ഇല്ലേ? തിയേറ്ററിൽ ചെന്നാല് എന്താ ആദ്യം ചെയ്യുക? ടിക്കറ്റ് എടുക്കുക അല്ലേ? ഈ ടിക്കറ്റ് ഉപയോഗിച്ച് നിങ്ങൾ എങ്ങനെയാ തിയേറ്ററിലെ സീറ്റ് കണ്ടുപിടിക്കുന്നത്? തിയേറ്ററിലെ സീറ്റിനെല്ലാം 1, 2, 3 എന്നിങ്ങനെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ടിക്കറ്റിന്റെ നമ്പർ നോക്കിയിട്ട് സീറ്റ് കണ്ടുപിടിക്കും അല്ലേ? തിയേറ്ററിലെ കസേരകള് 1, 2, 3 എന്നിങ്ങനെയുള്ള നമ്പറുകൾ ഉപയോഗിച്ച് ക്രമത്തിൽ ഇട്ടിരിക്കുകയാണ് അല്ലേ? ആഷിക്ക് എപ്പോഴും തിയേറ്ററിൽ പോകാറുണ്ടെന്നല്ലേ പറഞ്ഞേ? അപ്പൊ ആഷിക്ക് പോകുന്ന തിയേറ്ററിൽ എത്ര സീറ്റുകളുണ്ട്? 200 സീറ്റുകളുണ്ടോ? അപ്പോ ആ സീറ്റുകൾക്ക് 1 മുതൽ 200 വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഉപയോഗിച്ചല്ലേ അവയെ ക്രമമായി ഇട്ടിരിക്കുന്നത്? അതെ. ഇനി ഒരു തിയേറ്ററില് 50 സീറ്റാ ഉള്ളതെന്ന് വിചാരിക്കൂ. അപ്പൊ അവയെ എങ്ങനെയാണ് ക്രമമായി വെച്ചിരിക്കുന്നത്? 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഉപയോഗിച്ചാണ് അവയെ ക്രമമായി വെച്ചിരിക്കുന്നത് അല്ലെ? കസേരകൾ ക്രമമായി വെക്കാൻ വേണ്ടി ഒരു നിയമം ഉപയോഗിച്ചു അല്ലെ? എന്ത് നിയമം ഉപയോഗിച്ചേ? 50 കസേരകൾ ഉണ്ടെങ്കിൽ 101 തൊട്ട് കസേരയ്ക്ക് നമ്പർ ഇടുവോ? ഇടത്തില്ല. 1 എന്നാണ് ആദ്യം നമ്മൾ വെക്കുന്ന സീറ്റിന് നമ്പർ ഉണ്ടാവുക. രണ്ടാമത്തെ സീറ്റിന് 2 എന്നാണ് നമ്പർ കൊടുക്കുന്നത്. അപ്പൊ 50 സീറ്റാണ് ഉള്ളതെങ്കിൽ ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളാണ് ആ സീറ്റിന് കൊടുക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ ഒരു നിയമം ഉപയോഗിക്കുന്നുണ്ട്. 200 സീറ്റ് ആണെങ്കിൽ ആദ്യത്തെ 200 എണ്ണൽ സംഖ്യകൾ ഉപയോഗിച്ച് സീറ്റിനെ ക്രമമായി വെക്കുന്നു. 100 സീറ്റ് ആണെങ്കിൽ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകൾ ഉപയോഗിച്ച് സീറ്റിനെ ക്രമമായി വെക്കുന്നു. ഇങ്ങനെ സീറ്റിനെ മാത്രമേ നമുക്ക് ക്രമമായി വെക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. നമുക്ക് നമ്മുടെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ പേരെടുത്തിട്ട് ആ പേരിലെ ലെറ്റേഴ്സിനെ ഒന്ന് ക്രമമായി വെക്കാൻ ശ്രമിച്ചാലോ? അല്ലെ? ആരുടെ പേരെടുക്കണ്ടേ? സോന. സോനയുടെ പേര് നമുക്ക് എടുക്കാം അല്ലെ? സോനയുടെ പേരില് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 4 ലെറ്റേഴ്സ് ഉണ്ട്. SONA 4 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഈ 4 ലെറ്റേഴ്സിനെ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ ക്രമമായി വെക്കാൻ വേണ്ടി പോകുക. അതിനെ എങ്ങനെ വെക്കാം? ആദ്യം A ആണല്ലോ വരിക, രണ്ടാമത് N ആണ്, മൂന്നാമത് O, നാലാമത് S വരും. അപ്പൊ സോന എന്ന പേരിലെ ലെറ്റേഴ്സിനെ നമ്മളിപ്പോ എന്ത് ചെയ്തു? ഒരു നിയമം അനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമത്തിൽ വെച്ചു അല്ലെ? ഇതിൽ 4 ലെറ്റേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 4നെ നമ്മൾ എന്ത് ചെയ്തു? ഒരു നിയമം അനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത് എന്ന് ക്രമത്തിൽ വെച്ചു. ഇനി നിങ്ങൾ ബാഗിനകത്ത് ബുക്ക് എടുത്തു വെക്കുക അല്ലെ? സ്കൂളിലേക്ക് വരുമ്പോ ബുക്ക് ബാഗിൽ വെച്ചിട്ടാ വരിക. ഏത് ക്രമത്തിലാ വെക്കാം? നമ്മുടെ ടൈം ടേബിൾ തന്നിട്ടുണ്ടല്ലേ ഓരോ ദിവസത്തെ. അപ്പോ ഒരു ദിവസത്തെ ടൈം ടേബിളിനനുസരിച്ച് ആദ്യത്തെ പീരീഡ് ഏതാണോ ആ പീരീഡിന്റെ ബുക്ക് ആദ്യം വെക്കുന്നു. ഇപ്പൊ മാത്സ് ആണെ മാത്സ് ബുക്ക് ആദ്യം വെക്കുന്നു, രണ്ടാമത്തെ പീരീഡുള്ള ബുക്ക് രണ്ടാമത് വെക്കുന്നു. അങ്ങനെ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ നമ്മുടെ നോട്ട് ബുക്ക് ക്രമമായി വെക്കാണെന്ന് വിചാരിക്കുക ബാഗില്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ബുക്കിനെ നമ്മൾ ഒരു നിയമം അനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത് എന്നിങ്ങനെ ക്രമമായി വെച്ചു എന്ന് പറയാം. ഇതുപോലെ ഏതെങ്കിലും നിയമം അനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്ന ക്രമമായി നമ്മൾ വയ്ക്കുന്ന വസ്തുക്കളുടെ ഒരു കൂട്ടത്തെ നമുക്ക് ശ്രേണി എന്ന് പറയാം. എന്താണ്? ശ്രേണി എന്ന് പറയാം.
ഇംഗ്ലീഷിൽ പറയാം? സീക്വൻസ് എന്ന്. ഏതെങ്കിലും നിയമം അനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം വസ്തുക്കളെ ശ്രേണി എന്ന് പറയുന്നു. എല്ലാവരും എഴുതിയോ? അപ്പൊ തിയേറ്ററിലെ സീറ്റുകൾ എന്താണ്? ഒരു ശ്രേണിക്ക് ഉദാഹരണമാണ്. അതുപോലെ നമ്മുടെ നോട്ട് ബുക്ക് നമ്മൾ ടൈം ടേബിൾ അനുസരിച്ച് വെച്ചാൽ അതും ഒരു ശ്രേണിക്ക് ഉദാഹരണമാണ്, അല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞു സിനിമാ തിയേറ്ററിലെ കസേരകളെ, അതായത് കസേരകളുടെ കൂട്ടത്തെ നമുക്ക് ഒരു ശ്രേണി ആക്കാമെന്ന് പറഞ്ഞു. അതുപോലെ ഒരു പേര് കിട്ടിയാൽ ആ പേരിലെ ലെറ്റേഴ്സിനെ ഒരു ശ്രേണി ആക്കാമെന്ന് പറഞ്ഞു. പിന്നെ എന്താ, നമുക്ക് നോട്ട് ബുക്ക് ഉണ്ടല്ലേ, അവയെയും ഒരു നിയമം അനുസരിച്ച് ക്രമമായി വെച്ചാൽ ഒരു ശ്രേണി ആക്കാമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് സംഖ്യകളെ ഒരു ശ്രേണി ആക്കാൻ പറ്റുമോ? നമുക്ക് ഒരു കൂട്ടം സംഖ്യകൾ തരുക, അപ്പൊ ആ സംഖ്യകളെ ഒരു ശ്രേണിയാക്കാൻ വേണ്ടി പറ്റുമോ? പറ്റും അല്ലേ? ഒരു നിയമം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി? അവയെ ഒന്നാമത്തേത്, രണ്ടാമത്തേത് എന്നീ ക്രമത്തില് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് സംഖ്യകൾ കൊണ്ടുള്ള ശ്രേണിയും നിർമ്മിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ സംഖ്യകൾ കൊണ്ടുള്ള ശ്രേണിയെ നമ്മൾ എന്ത് പറയും? സംഖ്യാശ്രേണി എന്ന് പറയും. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് സംഖ്യാശ്രേണിയെ പറ്റിയാണ്. സംഖ്യാശ്രേണിക്ക് ഇംഗ്ലീഷിൽ നമുക്ക് നമ്പർ സീക്വൻസ് എന്നാ പറയുക. എന്താണ് നമ്പർ സീക്വൻസ്? സംഖ്യാശ്രേണി എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഏതെങ്കിലും നിയമം അനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെയാണ് സംഖ്യാശ്രേണി എന്ന് പറയുന്നത്. എല്ലാവരും കൂടെ എഴുതിക്കോട്ടോ. എന്താണ്? ഏതെങ്കിലും നിയമം അനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എക്സെട്ര എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെയാണ് നമ്മൾ സംഖ്യാശ്രേണി എന്ന് പറയുന്നത്. എല്ലാവരും എഴുതിയോ? ആ, എങ്കിൽ അശ്വതി പറഞ്ഞേ, എന്താണ് സംഖ്യാശ്രേണി എന്ന് പറഞ്ഞാല്? ആ, ഏതെങ്കിലും നിയമം അനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്ന ക്രമത്തില് നമ്മൾ ഒരു കൂട്ടം സംഖ്യകളെ എഴുതുകയാണെങ്കിൽ അവയെ നമുക്ക് സംഖ്യാശ്രേണി എന്ന് പറയാം, അല്ലേ? അപ്പൊ ഒരു ഉദാഹരണം നോക്കിയാലോ? ടീച്ചർ ഇപ്പൊ ഒരു സംഖ്യാശ്രേണിക്ക് ഉദാഹരണം എഴുതുകയാണ്. ആദ്യം എടുക്കുന്നത് 1 എന്ന സംഖ്യ, അടുത്തത് 4, പിന്നെ എടുക്കുന്നത് 9, അടുത്തത് 16
എക്സെട്ര. എന്തിനാണ് ഇവിടെ എക്സെട്ര എന്നിട്ടത്? കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ടീച്ചറുടെ മനസ്സിൽ ഇപ്പൊ ഒരു നിയമം ഉണ്ടല്ലേ, ആ നിയമത്തിനനുസരിച്ചാണ് ഈ സംഖ്യകളെ ഇപ്പൊ ക്രമമായി എഴുതിയിട്ടുള്ളത്. അപ്പൊ അതേ നിയമം പാലിക്കുന്ന സംഖ്യകൾ ഇനിയും തുടർച്ചയായി വരുമെന്ന് കാണിക്കാനാണ് ഈ 3 ഡോട്ട് ഇട്ടത്. അപ്പൊ ടീച്ചർ ഏത് നിയമം അനുസരിച്ചാണ് ഈ ശ്രേണി എഴുതിയത്? ആർക്കെങ്കിലും പറയാൻ വേണ്ടി പറ്റുമോ? ടീച്ചറുടെ മനസ്സിലൊരു നിയമമുണ്ട്, അതിനനുസരിച്ചാണ് ഈ സംഖ്യയെ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഏതായിരിക്കും ആ നിയമം? മിടുക്കി, ജിൻഷ പറഞ്ഞതാണ് ടീച്ചറുടെ മനസ്സിൽ വിചാരിച്ച നിയമം. എന്താണ്? എണ്ണൽ സംഖ്യകളുടെ സ്ക്വയർ ആണ് ടീച്ചർ ഇവിടെ എടുത്തിട്ടുള്ളത്. എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാ? 1, 2, 3, 4 എക്സെട്ര. ഇതാണല്ലോ നമ്മുടെ എണ്ണൽ സംഖ്യകൾ. അപ്പൊ 1ന്റെ സ്ക്വയർ എത്രയാണ്? 1. 2ന്റെ സ്ക്വയറോ? 4. 3ന്റെ സ്ക്വയറോ? 9. അപ്പൊ ടീച്ചർ ഇപ്പൊ എഴുതിയ ശ്രേണി ഏത് നിയമം അനുസരിച്ച് എഴുതിയത്? എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറുകളാണ് ടീച്ചർ ഇപ്പൊ എഴുതിയ ശ്രേണിയിൽ വരുന്നത്. എങ്കിൽ പിന്നെ അടുത്ത ആളാരായിരിക്കും? 25 ആണല്ലേ? മിടുക്കൻ. അടുത്തയാള് 25 ആണ്. അടുത്തതോ 36. അപ്പൊ മനസ്സിലായാലോ? ഇപ്പൊ ഒരു ശ്രേണി എഴുതിയിട്ടുണ്ട്, ആ ശ്രേണിയിൽ അടുത്തതായി വരുന്ന സംഖ്യകളെ നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലെ? അത് എന്തുകൊണ്ടാണ്? ഒരു നിയമം അനുസരിച്ചാണ് ടീച്ചർ ഈ ശ്രേണി എഴുതിയത്. അപ്പൊ അതിൽ തുടർച്ചയായി വരുന്ന സംഖ്യകളെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമുക്ക് സംഖ്യാശ്രേണിക്ക് കുറച്ചുകൂടി ഉദാഹരണങ്ങൾ നോക്കിയാലോ? സംഖ്യാശ്രേണി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നിയമം അനുസരിച്ച് ഒന്നാമത്തേത് രണ്ടാമത്തേതെന്ന് ക്രമമായി വരുന്ന ഒരു കൂട്ടം സംഖ്യകളാണ് അല്ലേ? അപ്പൊ നമ്മൾ സംഖ്യാശ്രേണിയുടെ ഉദാഹരണം എഴുതുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടേ? നമ്മൾ എടുക്കുന്ന സംഖ്യകൾ ഒരു പ്രത്യേക നിയമം അനുസരിച്ചുള്ളതായിരിക്കണം അല്ലേ? ടീച്ചർ ഇപ്പം √1 എടുത്തു. ഏതാണ് സംഖ്യ എടുത്തത്? √1. രണ്ടാമത്തെ സംഖ്യയായിട്ട് √2 എടുത്തു. എങ്കിൽ അടുത്ത സംഖ്യ ഏതായിരിക്കും? ഒരു പ്രത്യേക നിയമം അനുസരിച്ച് വേണ്ടേ നമ്മൾ സംഖ്യാശ്രേണി നിർമ്മിക്കാൻ? ആദ്യം √1 എടുത്തു, രണ്ടാമത്തെ സംഖ്യയായിട്ട് √2 എടുത്തു, മൂന്നാമത്തെ ആളായിട്ടപ്പോൾ √3 ആണ് വേണ്ടത്, നാലാമത്തെ ആള് √4, അഞ്ചാമത്തെ ആൾ ആരായിരിക്കും? √5 അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ഉദാഹരണം നോക്കിയാലോ? ഇരട്ട സംഖ്യകളുടെ ശ്രേണി നമുക്ക് നിർമ്മിച്ചു നോക്കാം. അതും ഒരു സംഖ്യാശ്രേണി ആയിരിക്കൂലേ? ആരാ വരിക? ആദ്യം 2 വരും, 4, 6, 8, 10 ഇങ്ങനെ വരും അല്ലേ? ഇരട്ട സംഖ്യകളുടെ കളക്ഷൻ മാത്രമല്ല, ഒറ്റ സംഖ്യകളും സംഖ്യാശ്രേണിക്ക് ഉദാഹരണമാണ്. അപ്പൊ ആരൊക്കെ വരിക? 1, 3, 5, ഇനി അടുത്ത ആരാ വരിക? 7, 9 അങ്ങനെ വരും അല്ലേ? ഇനി നമുക്ക് അടുത്ത ഒരു ശ്രേണി എടുത്താലോ? അടുത്തതായിട്ട് ടീച്ചർ എടുക്കാൻ പോകുന്ന ശ്രേണിയിലെ ഒന്നാമത്തെ സംഖ്യ 1/1 ആണ്. രണ്ടാമത്തെ സംഖ്യ 1/4 ആണ്. മൂന്നാമത്തെ സംഖ്യ 1/9. ഏത് നിയമം അനുസരിച്ചാ ടീച്ചർ ഈ ശ്രേണി നിർമ്മിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായോ? ഇല്ലേ? എങ്കിൽ അടുത്ത സംഖ്യ കൂടി ടീച്ചർ പറയാം. 1/16 ആണ് അടുത്ത സംഖ്യ. 1/25 ആണ് അടുത്തത്. ഇപ്പം മനസ്സിലായോ? എന്താണ്? അംശത്തിലെല്ലാം 1ഉം ഛേദത്തിൽ എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറും വരുന്ന സംഖ്യകളാണല്ലോ ഇവ. നമ്മുടെ ഈ സംഖ്യാശ്രേണിയിലെ ഒന്നാമത്തെ സംഖ്യയിൽ അംശത്തിൽ ആരാ വന്നിട്ടുള്ളത്? 1 ആണ്. ഛേദത്തിൽ ആരാണ്? 1ന്റെ സ്ക്വയർ 1. രണ്ടാമത്തെ സംഖ്യയിലോ അംശത്തിൽ 1ഉം ഛേദത്തിൽ 2ന്റെ സ്ക്വയർ അതായത് 4. മൂന്നാമത്തെ സംഖ്യയിൽ അംശത്തിൽ 1ഉം ഛേദത്തിൽ 3ന്റെ സ്ക്വയർ 9. അപ്പൊ എല്ലാത്തിലും അംശത്തിൽ ആരാ ഉള്ളത്? 1 എന്ന സംഖ്യയാണുള്ളത്. ഛേദത്തിൽ ആരാ ഉള്ളത്? എണ്ണൽ സംഖ്യയുടെ സ്ക്വയർ ആണ് അല്ലേ? ഇനി അടുത്ത ആളാരാ വരിക? ആറാമത്തെ ആളാരാ വരിക? 1/36. ഇപ്പൊ നമ്മൾ സംഖ്യാശ്രേണിക്ക് 4 ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇത് മാത്രമല്ല, ഇനി ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ എണ്ണൽ സംഖ്യയും സംഖ്യാശ്രേണിക്ക് ഒരു ഉദാഹരണമാണ്. നമ്മളിപ്പോ
കണ്ടുപിടിച്ച സംഖ്യാശ്രേണിയുടെ ഉദാഹരണങ്ങൾ ബോർഡിൽ എഴുതാം. ആദ്യത്തേത് ഏതായിരുന്നു? √1, √2, √3, എക്സെട്ര. ഇതായിരുന്നല്ലേ നമ്മൾ ആദ്യം പറഞ്ഞ ശ്രേണി. അടുത്തതോ 2, 4, 6, 8 എക്സെട്ര. മൂന്നാമത്തെ ശ്രേണിയോ 1, 3, 5, 7 എക്സെട്ര. അടുത്തേതായിരുന്നു കിട്ടിയത്? 1/1, 1/4, 1/9, 1/16 എക്സെട്ര. അല്ലേ? ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ ശ്രേണി എഴുതി. സംഖ്യാശ്രേണിക്ക് കുറച്ച് ഉദാഹരണമാണ് എഴുതിയത്. എങ്കിൽ ഈ ശ്രേണിയിലെ ഓരോ സംഖ്യകളെയും എന്താണ് പറയുക എന്ന് നോക്കിയാലോ? പദങ്ങൾ എന്നാണ് പറയുന്നത്. സംഖ്യാശ്രേണിയിലെ സംഖ്യകളെ പദങ്ങൾ എന്ന് പറയുന്നു. എല്ലാവരും എഴുതിയെടുത്തോ? ഒരു സംഖ്യാശ്രേണി നമ്മൾ എടുത്താൽ അതിലെ ഒന്നാമത്തെ സംഖ്യയെ ഒന്നാം പദം എന്ന് പറയും, രണ്ടാമത്തെ സംഖ്യയെ രണ്ടാം പദം എന്ന് പറയും, മൂന്നാമത്തെ സംഖ്യ മൂന്നാം പദം എന്നിങ്ങനെയുള്ള ക്രമത്തിൽ നമ്മൾ പറയും. ഈ ശ്രേണിയിലെ ഒന്നാമത്തെ പദം ആണ് √1, രണ്ടാമത്തെ പദം √2 ആണ്, മൂന്നാമത്തെ പദം √3 ആണ്. എങ്കിൽ രണ്ടാമത്തെ ശ്രേണി നോക്കൂ. ഈ രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങൾ ഏതൊക്കെയാ? ജിൻഷ പറയൂ. 2, 4, 6, 8 മിടുക്കി. അപ്പൊ ഏതാണ് ഈ ശ്രേണിയിലെ പദങ്ങള്? 2, 4, 6, 8. ഇതിലെ ഒന്നാമത്തെ പദം ഏതാ? 2 ആണല്ലേ. രണ്ടാമത്തെ പദമോ 4, മൂന്നാമത്തെ പദമോ 6, നാലാമത്തെ പദമോ 8. ഇപ്പൊ ഒരു ശ്രേണിയിലെ ഒന്നാം പദം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചില്ലേ? രണ്ടാം പദം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചില്ലേ? അപ്പൊ ഇവയെ നമുക്ക് എങ്ങനെയാ എഴുതുക? ഒന്നാം പദം എന്ന് നമ്മള് x1 എന്നാണ് എഴുതുക. ഒന്നാം പദത്തിനെ നമ്മൾ x1 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ രണ്ടാം പദത്തിനെ എന്തായിരിക്കും? രണ്ടാം പദത്തിനെ x2 എന്നാണ് സൂചിപ്പിക്കുന്നത്. x എഴുതും, അതിന്റെ താഴെ 2 എഴുതും. x2 എന്ന് വെച്ചാൽ എന്താണ്? രണ്ടാം പദം. x3 എന്ന് വെച്ചാൽ എന്തായിരിക്കും? സോന പറയൂ. x3 എന്ന് വെച്ചാൽ എന്താ? മൂന്നാം പദമാണ് അല്ലെ. അതെങ്ങനെ എഴുതാം? x എഴുതും, എന്നിട്ട് അതിന് താഴെ 3 എന്ന് എഴുതും. ഇതിന്റെ അർത്ഥം മൂന്നാമത്തെ പദം. നമ്മുടെ നാലാമത്തെ ഉദാഹരണം ഒന്ന് പരിഗണിക്കൂ. നാലാമത്തെ ഉദാഹരണം എന്താണ്? 1/1, 1/4, 1/9 എന്നുള്ള ശ്രേണിയാണ് നമ്മൾ നാലാമത് ഉദാഹരണമായിട്ട് എഴുതിയിട്ടുള്ളത്. ഈ ശ്രേണിയിലെ x4 എന്താണെന്ന് പറയൂ. എന്താ പറയണ്ടേ? ഈ ശ്രേണിയിലെ x4 എന്തായിരിക്കും? ആരാ പറഞ്ഞുതരാം? അശ്വിൻ പറയൂ. 1/16 ആണല്ലേ. മിടുക്കൻ. അപ്പൊ നമ്മുടെ നാലാമത്തെ ശ്രേണിയിലെ x4 എന്താണ്? 1/16 ആണ്. എങ്കിൽ ഈ ശ്രേണിയിലെ x1 എന്താണ്? 1/1. x2 എന്താണ്? 1/4. x3 1/9. ഇപ്പൊ നമ്മുടെ സംഖ്യാശ്രേണി തന്നാല് അതിലെ ഓരോ പദങ്ങളും ഒന്നാമത്തെ പദം ഏതാ, രണ്ടാമത്തെ പദം ഏതാ എന്ന് തിരിച്ചറിയാൻ പഠിച്ചില്ലേ? സംഖ്യാശ്രേണികൾ 2 തരത്തിലുണ്ട്. ഒന്ന് പരിമിത ശ്രേണിയും അടുത്തത് അപരിമിത ശ്രേണിയും. പരിമിത ശ്രേണിക്ക് ഇംഗ്ലീഷിൽ നമ്മൾ ഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറയും. അപരിമിത ശ്രേണിക്ക് ഇംഗ്ലീഷിൽ ഇൻഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ശ്രേണികൾ 2 തരത്തിലുണ്ട്. ഫൈനൈറ്റ് സീക്വൻസും ഇൻഫൈനൈറ്റ് സീക്വൻസും, പരിമിത ശ്രേണിയും അപരിമിത ശ്രേണിയും. പരിമിത ശ്രേണി എന്ന് വെച്ചാൽ ഈ ശ്രേണിയിൽ പരിമിതമായ
പദങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അതായത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്ന പദങ്ങളെ ഈ ശ്രേണിയിൽ ഉണ്ടാവുകയുള്ളൂ. ഇവയ്ക്ക് എങ്ങനെ എഴുതാം? എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന പദങ്ങൾ ഉള്ള ശ്രേണിയാണ് പരിമിത ശ്രേണി. ഇൻഫൈനൈറ്റ് ആണെങ്കിലോ അനന്തമായ പദങ്ങൾ ഉണ്ടായിരിക്കും. അതായത് ഒരിക്കലും അവസാനിക്കുകയില്ല, അനന്തമായ പദങ്ങൾ ഉണ്ടായിരിക്കും. നമുക്കൊരു ഉദാഹരണം നോക്കിയാലോ? പരിമിത ശ്രേണിക്ക് ഉദാഹരണമാണ്, ടീച്ചർ ഒരു സംഖ്യാശ്രേണി എഴുതാൻ വേണ്ടി പോവാണേ. ആദ്യം 5 എടുത്തു, 5നോട് 5 കൂട്ടിയതാണ് അടുത്ത സംഖ്യ എടുക്കുന്നത് 10. 10നോട് 5 കൂട്ടി അടുത്ത സംഖ്യ എടുക്കുന്നു, ഇതിനോട് 5 കൂട്ടി അടുത്ത സംഖ്യ എടുക്കുന്നു. അങ്ങനെ 4 പദങ്ങളുള്ള സംഖ്യാശ്രേണിയാണ് ടീച്ചർ ഇപ്പോൾ എടുത്തത്. ടീച്ചറുടെ ഇപ്പോഴത്തെ ശ്രേണി ഏതാണ്? 5, 10, 15, 20. ഓരോ സംഖ്യകളും 5 കൂട്ടി എഴുതിയതാണ്. ഇതിലെ പദങ്ങളുടെ എണ്ണം എത്രയാ? 4 ആണല്ലേ? പദങ്ങൾ 4 എണ്ണമാണുള്ളത്. അതുകൊണ്ട് ഇത് പരിമിത ശ്രേണിയാണെന്ന് പറയാം. അപരിമിത ശ്രേണിക്ക് ഉദാഹരണം നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് തന്നെ എടുത്താൽ മതി. നാച്ചുറൽ എണ്ണൽ സംഖ്യകൾ ഏതാ വരാം? 1, 2, 3, 4 എക്സെട്ര. ഇവയിലെ പദങ്ങൾ എത്രയുണ്ട്? അനന്തമായി പോവുകയാണ് അല്ലേ? ഇപ്പൊ എഴുതിയ ഉദാഹരണത്തിൽ നിന്ന് ഒരു സംഖ്യാശ്രേണി എടുക്കാം. ഏതാണ്? √1, √2, √3 എക്സെട്ര. ഈ സംഖ്യാശ്രേണിയിലെ x1 എന്ന് പറയുന്നത് ആരായിരുന്നു? √1 ആണ്. x2 ആരാണ്? √2 ആണ്. x3യോ? √3 ആണ്. അപ്പൊ ഇതിനകത്ത് ഒന്നാമത്തെ സ്ഥാനത്തുള്ളയാളാണ് √1 അല്ലേ? √1ന്റെ സ്ഥാനം ഏതാണ്? ഒന്നാമത്തെ സ്ഥാനം. √2ന്റെ സ്ഥാനം ഏതാണ്? 2. √3ന്റെ സ്ഥാനം എന്താണ്? 3. ഈ സംഖ്യാശ്രേണിയിൽ ഉള്ള ഓരോ പദത്തിനും ഓരോ സ്ഥാനമുണ്ട് അല്ലേ? നമുക്ക് അതുകൂടി എഴുതിയാലോ? താഴെ √1ന്റെ സ്ഥാനം എന്താണ്? 1. √2ന്റെ സ്ഥാനം 2. √3യുടെ സ്ഥാനം 3. ഇനി ഈ ശ്രേണി കണ്ടിന്യൂ ചെയ്ത് പോവാണ് അല്ലേ? അതിനനുസരിച്ച് ഇവിടെ നമുക്ക് ഓരോ സ്ഥാനം കിട്ടുമല്ലോ. ഇപ്പൊ നമ്മള് ഈ ശ്രേണിയിലെ ഓരോ പദങ്ങളുടെയും സ്ഥാനമാണ് താഴെ എഴുതിയിരിക്കുന്നത്. വ്യക്തമാണല്ലോ? എങ്കിൽ നമ്മളുടെ ഈ ശ്രേണിയിലെ 50ാമത്തെ ആൾ ആരായിരിക്കും? 50ാമത്തെ സ്ഥാനത്ത് ആരായിരിക്കും? അതിനെ എങ്ങനെ എഴുതുക? 50ാമത്തെ പദം അതിനെ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കുന്നത്? x50 എന്നാണ് അല്ലെ? x എഴുതും, അതിന് താഴെ 50 എന്ന് എഴുതും. x50 എന്നാണ് 50ാമത്തെ പദത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത്. 50ാമത്തെ പദം എന്ന് വെച്ചാൽ അതിന്റെ സ്ഥാനം എത്രയാണ്? 50. എങ്കിൽ 50ാമത്തെ പദം എത്രയായിരിക്കും? ഇപ്പൊ ഇത് ഈ സീക്വൻസ് നമ്മള് ഒന്നാമത്തെ പദത്ത് √1 ആണ്, രണ്ടാമത്തെ സ്ഥാനത്ത് √2 ആണ്, മൂന്നാമത്തെ സ്ഥാനത്ത് √3 ആണ്. അതുകൊണ്ട് നമുക്ക് 50ാമത്തെ സ്ഥാനത്ത് √50 ആണ് എന്ന് പറഞ്ഞു അല്ലെ? ഇനി 100ാമത്തെ സ്ഥാനത്ത് ആരായിരിക്കും? x100 എന്ന് പറയുന്നത് √100 ആയിരിക്കും. ഇത് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത്? x1 എന്തായിരുന്നു? ഇവിടെ √1 ആയിരുന്നു. ഇവിടെ സ്ഥാനം 1 ആകുമ്പോൾ പദം √1 ആണ്. അപ്പൊ x2 എന്ന് വെച്ചാൽ ഇവിടെ സ്ഥാനം 2 ആകുമ്പോൾ പദം √2 ആണ്. അപ്പൊ ഈ ഒരു ബന്ധം നിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇപ്പൊ x50 എന്താണ് എന്ന് പറയാൻ വേണ്ടി പറ്റിയത് അല്ലെ? അപ്പൊ xn എന്തായിരിക്കും? xn എന്ന് വെച്ചാൽ എന്താണ്? ആദ്യം പറ. xn എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? n-ാമത്തെ പദത്തെയാണ് xn എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? എങ്കിൽ xn എന്താ? ഈ ശ്രേണിയിലെ xn എന്താ? √n ആണ്. ഇരിക്കാം. അപ്പൊ നമ്മൾ കണ്ടു നമ്മുടെ ശ്രേണിയിലെ സ്ഥാനവും പദവും തമ്മിലുള്ള ഒരു ബന്ധം മനസ്സിലാക്കിയാല് നമുക്ക് എന്ത് ചെയ്യാം? അതിലെ ഏത് സ്ഥാനത്തുള്ള പദങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ?
ഇനി ജനറൽ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? പൊതുവായിട്ട് നമുക്ക് n എന്ന സ്ഥാനത്തുള്ള സംഖ്യയെ സൂചിപ്പിക്കാൻ വേണ്ടി xn എന്ന് എഴുതാം. എന്നിട്ട് xn നമ്മൾ എത്രയാ അത് കണ്ടുപിടിച്ചത് ഇവിടെ എഴുതി. നമ്മുടെ ഈ ശ്രേണിയിൽ xn എന്ന് പറയുന്നത് √n ആണ്. ഇനി ഈ ഇക്വേഷൻ നമ്മൾ ഇപ്പോൾ എഴുതിയ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഈ ശ്രേണിയിലെ ഏത് സ്ഥാനത്തുള്ള സംഖ്യകൾ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? x 20 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ n-ന്റെ സ്ഥാനത്ത് 20 ഇട്ട് കൊടുത്താൽ മതി. x20 = √20 ആണെന്ന് വരിക. n-ന്റെ സ്ഥാനത്ത് 20 ഇട്ട് കൊടുക്കുന്നു. എങ്കിൽ x13 ആണെങ്കിലോ? അമൃത പറയൂ, x13 ആണ് എന്താ വേണ്ടേ? n-ന്റെ സ്ഥാനത്ത് 13 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പൊ എന്താ വരിക? √13 അല്ലേ? ഇതുപോലെ സ്ഥാനവും പദവും തമ്മിലുള്ള ബന്ധം നമ്മൾ കണ്ടുപിടിച്ച് n-ാമത്തെ പദത്തെ ഒരു ഇക്വേഷൻ എഴുതി സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ ബീജഗണിത രൂപം എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത്? ഈ ശ്രേണിയിലെ n-ാമത്തെ പദം എത്രയാണെന്ന് നമ്മൾ വേരിയബിൾ ഉപയോഗിച്ച്, ചരങ്ങൾ ഉപയോഗിച്ച് കണ്ടുപിടിച്ചെഴുതുന്നു. അതിനെയാണ് നമ്മൾ ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത്. നമുക്കപ്പം ബീജഗണിത രൂപം ചെയ്യാൻ വേണ്ടിയിട്ട്, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് അല്ല, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പുകളായിട്ട് ചെയ്യണം. അതെന്താണെന്ന് നോക്കിയാലോ? നമുക്കിനി സംഖ്യാശ്രേണിയുടെ ബീജഗണിത രൂപം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. എന്താണ് കാണാൻ വേണ്ടി പോകുന്നത്? ബീജഗണിത രൂപം. ഇതിനു വേണ്ടി നമ്മൾ 4 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. എളുപ്പമുള്ള സ്റ്റെപ്പാണ്, കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളാണ്. എങ്കിൽ നമ്മൾ 4 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ട് തുടങ്ങിയാലോ? ഏതാ ഒരു ശ്രേണി എടുക്കണ്ടേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ശ്രേണി പറഞ്ഞേ. ആ ശ്രേണിയുടെ, ആ സംഖ്യാശ്രേണിയുടെ ബീജഗണിത രൂപം നമുക്ക് കണ്ടുപിടിക്കാം. ഏതാണ് ശ്രേണി? ജിഷ പറ, ഏത് ശ്രേണിന്റെ ബീജഗണിത രൂപം നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഇരട്ട സംഖ്യകളുടെ ശ്രേണിയോ? അതേതാ പറഞ്ഞേ? 2, 4, 6, 8 എക്സെട്ര. ശ്രേണി ഏതാണ്? 2, 4, 6, 8 എക്സെട്ര. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി എന്താ വേണ്ടേ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഏതിന്റെയാണോ ബീജഗണിത രൂപം കണ്ടുപിടിക്കേണ്ടേ ആ ശ്രേണി എഴുതുക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിപ്പോ കംപ്ലീറ്റ് എഴുതിയേ. ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ഈ ശ്രേണിയിലെ ഓരോ പദത്തിനും നേരെ ആ പദത്തിന്റെ സ്ഥാനം എഴുതണം. ഈ ശ്രേണിയിൽ 2 എന്ന പദം എത്രാം സ്ഥാനത്താ? 1-ാം സ്ഥാനത്താണ് അല്ലെ? 4 എന്ന പദം എത്രാം സ്ഥാനത്താണ്? 2 എന്ന സ്ഥാനത്താണ്. 6 3-ാം സ്ഥാനത്താണ്. 8 4-ാം സ്ഥാനത്ത്. ഇനി എക്സെട്ര. ഈ ശ്രേണിയിലെ ഓരോ പദം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സ്ഥാനവും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും അല്ലേ? ഈ ശ്രേണിയിൽ ഓരോ പദങ്ങൾ എഴുതുമ്പോൾ അടുത്ത പദം 10 എഴുതിയാൽ ഇവിടെ സ്ഥാനം എത്ര എഴുതും? 5 എന്ന് എഴുതും അല്ലെ? ഇപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്തേ? ആദ്യത്തെ സ്റ്റെപ്പ് ശ്രേണി എഴുതി. രണ്ടാമത്തെ സ്റ്റെപ്പില് ആ ശ്രേണിയിലെ ഓരോ പദത്തിനും നേരെ ആ പദത്തിന്റെ സ്ഥാനം എഴുതി. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ നോക്കിയാലോ? ഈ പദത്തിന് അതിന്റെ സ്ഥാനവുമായുള്ള ഒരു ബന്ധം നമ്മൾ കണ്ടുപിടിക്കണം. അതായത് 2 എന്ന പദത്തിന് 1 എന്ന സ്ഥാനത്തിനോടുള്ള ബന്ധം, 2 1 തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കണം. 4 2 തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കണം.
അതുപോലെ 6ഉം 3ഉം തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കണം. ആര് തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കണ്ടേ? ഓരോ പദത്തിനും അവയുടെ നേരെയുള്ള പദവും അവയുടെ നേരെയുള്ള സ്ഥാനവുമായുള്ള ബന്ധം. 2ന് 1നോടുള്ള ബന്ധം, 4ന് 2നോടുള്ള ബന്ധം, 6ന് 3നോടുള്ള ബന്ധം. അങ്ങനെ ഓരോ പദത്തിനും അവയുടെ നേരെയുള്ള സ്ഥാനവുമായുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കണം. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പാണ് നമ്മൾ കുറച്ച് ആലോചിച്ച് ചെയ്യേണ്ടത്. ആദ്യത്തെ 2 സ്റ്റെപ്പ് ഈസി ആണല്ലോ അല്ലേ? അപ്പൊ നമുക്കിനി മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യാവേ. ഇവിടെ നോക്ക്, x1, അതായത് ഒന്നാം പദത്തിനെ നമുക്ക് എങ്ങനെ എഴുതാം? x1 ഈക്വൽ ടു ഒന്നാം പദം 2 ആണല്ലേ? അപ്പോ നമ്മൾ x1നെ എങ്ങനെ എഴുതണം? അതിന്റെ സ്ഥാനവും ആയിട്ട് ബന്ധപ്പെടുത്തി എഴുതണം. അതായത് ഒന്നാമത്തെ പദത്തിന്റെ സ്ഥാനം 1 ആണ്. ഒന്നാമത്തെ പദത്തിന്റെ സ്ഥാനം 1 ആണ്. അതായത് 2 എന്ന സംഖ്യയുടെ സ്ഥാനം 1 ആണ്. അപ്പൊ ഈ 1 ബന്ധപ്പെടുത്തി 2നെ എഴുതണം. എങ്ങനെ എഴുതാം? 1 ഇൻറ്റു 2 എന്ന് എഴുതിക്കൂടെ? ഈക്വൽ ടു 2. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? 2 എന്ന സംഖ്യയെ അതിന്റെ നേരെയുള്ള സ്ഥാനവുമായി ബന്ധപ്പെടുത്തി എഴുതി. x1 ഈക്വൽ ടു, ഇവിടെ 1 ആണ് സ്ഥാനം ഉണ്ടായിരുന്നത്. അപ്പൊ ഈ 1 ഇതിനെ ബന്ധപ്പെടുത്തി എഴുതി. 1 ഇൻറ്റു 2 ഈക്വൽ ടു 2. നമുക്ക് x2നെ എങ്ങനെ എഴുതിയാലോ? x2 ഈക്വൽ ടു, x2 ആരാണ്? രണ്ടാമത്തെ പദം അല്ലേ? അതാരാ? 4. 4നെ അതിന്റെ സ്ഥാനവുമായി ബന്ധപ്പെടുത്തി എഴുതാൻ വേണ്ടി പോകുക. x2 എന്ന് വെച്ചാൽ 2 ആണ് അതിന്റെ സ്ഥാനം. അപ്പൊ ഈ 2 നമ്മൾ ബന്ധപ്പെടുത്തി എഴുതാൻ വേണ്ടി പോവാണ്. എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഈക്വൽ ടു 4. ഇനി നമുക്ക് x3നെ എങ്ങനെ എഴുതാം? x3നെ നമ്മൾ എഴുതുന്നത്, x3 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പദം എന്നാണല്ലേ അർത്ഥം? നമ്മുടെ ശ്രേണി ഇതായിരുന്നു. നമ്മുടെ സംഖ്യാശ്രേണി ഇതാണ്. ഇതിലെ മൂന്നാമത്തെ പദം ഏതാ? 6. അപ്പൊ ഇനി 6നെ നമ്മൾ അതിന്റെ സ്ഥാനവുമായി, അത് എത്രാമത്തെ സ്ഥാനത്താണ്? മൂന്നാമത്തെ സ്ഥാനത്ത്. അതിന്റെ സ്ഥാനവുമായി ബന്ധപ്പെടുത്തി എഴുതാൻ പോവുകയാണ്. x3 എന്ന് പറയുമ്പോൾ x3 എന്ന ഈ പദത്തെ 3 ബന്ധപ്പെടുത്തി എഴുതാൻ പോവാം. എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 2. 3 ഇൻറ്റു 2 അല്ലേ? 6. എഴുതിയാലോ? അതുപോലെ x4നെ എങ്ങനെ എഴുതാം? x4 ഈക്വൽ ടു, ആരാ പറയാ? അശ്വതി പറ. x4നെ എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 2 അല്ലേ? മിടുക്കി. ഇപ്പൊ x4നെ നമുക്ക് 4 ഇൻറ്റു 2 എന്ന് എഴുതാം. ഇപ്പൊ എത്ര കിട്ടാം? 8. ഇങ്ങനെ നമുക്ക് x5 കണ്ടുപിടിക്കാം, x6 കണ്ടുപിടിക്കാം അല്ലെ? എല്ലാം കണ്ടുപിടിക്കാം. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തേ? ശ്രേണിയിലെ ഓരോ പദത്തിനും അവയുടെ സ്ഥാനവുമായി ബന്ധപ്പെടുത്തി നമ്മൾ എഴുതി. x1 എന്ന പദത്തിന്റെ സ്ഥാനം 1 ആണ് അല്ലെ? അപ്പൊ 1 കണക്ട് ചെയ്തിട്ട് ആ പദത്തെ നമ്മൾ എഴുതി. x2 എന്ന പദത്തെ 2 കണക്ട് ചെയ്ത് എഴുതി. x3 എന്ന പദത്തെ 3 കണക്ട് ചെയ്ത് എഴുതി. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ്, നാലാമത്തെ സ്റ്റെപ്പ് xn കണ്ടുപിടിക്കുക എന്നതാണ്. xn എന്ന് വെച്ചാൽ എന്താ? n-ാമത്തെ പദം. ലാസ്റ്റ് സ്റ്റെപ്പാണ് നാലാമത്തെ സ്റ്റെപ്പ്. xn കണ്ടുപിടിക്കുക എന്നതാണ്. xn എന്താ വരിക? അതെങ്ങനെയാ നമ്മൾ പറയുന്നത്? x1 എന്ന് വെച്ചാൽ 1 ഇൻറ്റു 2, x2 എന്ന് വെച്ചാൽ 2 ഇൻറ്റു 2 ആയിരുന്നു, x3 എന്ന് വെച്ചാൽ 3 ഇൻറ്റു 2 ആയിരുന്നു അല്ലേ? x4 വന്നപ്പോൾ 4 ഇൻറ്റു 2 ആണ്. അങ്ങനെയാണ് xn എന്തായിരിക്കും? n ഇൻറ്റു 2. n ഇൻറ്റു 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 2n. അപ്പൊ നമ്മളിവിടെ ബീജഗണിത രൂപം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഈ ശ്രേണിയുടെ, ഈ സംഖ്യാശ്രേണിയുടെ ബീജഗണിത രൂപമാണ് xn ഈക്വൽ ടു 2n എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്തേ?
4 സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ടാണ് ബീജഗണിത രൂപം കണ്ടുപിടിച്ചത് അല്ലേ? ഏതൊക്കെയായിരുന്നു 4 സ്റ്റെപ്പ്? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് ഏത് ശ്രേണിയുടെ ആണോ ബീജഗണിത രൂപം കണ്ടുപിടിക്കേണ്ടത് ആ ശ്രേണി നമ്മൾ എഴുതി. അടുത്തത് എന്താ ചെയ്തേ? അവയ്ക്ക് നേരെ അവയുടെ സ്ഥാനം എഴുതി. മൂന്നാമതോ ശ്രേണിയിലെ ഓരോ പദത്തിനും അവയുടെ സ്ഥാനവുമായുള്ള ബന്ധം കണ്ടുപിടിച്ചിട്ട് ഓരോ പദത്തെയും സ്ഥാനവുമായി ബന്ധപ്പെടുത്തി എഴുതി. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഇത്രയും അല്ലേ? ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? എന്നാമത്തെ പദത്തെ ആ ബന്ധം ഉപയോഗിച്ച് എഴുതുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അതിന്റെ ബീജഗണിത രൂപം കിട്ടി. എളുപ്പമല്ലേ? മനസ്സിലായല്ലോ? ഇന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ശ്രേണി എന്താണെന്ന് പഠിച്ചു. എന്താണ് ശ്രേണി? പറഞ്ഞേ. ഒരു കൂട്ടം വസ്തുക്കളെ ഏതെങ്കിലും നിയമം അനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്ന ക്രമത്തില് നമ്മൾ വെക്കുമ്പോഴാണ് അവയൊരു ശ്രേണിയാണെന്ന് പറയാ അല്ലേ? നമ്മൾ എന്തായിരുന്നു ഉദാഹരണം പറഞ്ഞത്? തിയേറ്ററിലെ സീറ്റുകൾ, പിന്നെ എന്താ ടൈം ടേബിളിനനുസരിച്ച് നോട്ട് ബുക്കുകൾ വെക്കുന്നത് അല്ലേ? ഇനി അടുത്ത എന്തായിരുന്നു പറഞ്ഞേ? സംഖ്യാശ്രേണി എന്താന്ന് പറഞ്ഞു. സംഖ്യാശ്രേണി എന്താണെന്ന് ആരാ പറയാ? അനുഷ പറയോ? എന്താ സംഖ്യാശ്രേണി? ഏതെങ്കിലും നിയമം അനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെയാണ് നമ്മൾ സംഖ്യാശ്രേണി എന്ന് പറഞ്ഞത് അല്ലേ? പിന്നെ എന്താണ് പഠിച്ചത്? ഈ സംഖ്യാശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കാനാണ് പഠിച്ചത്. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 4 സ്റ്റെപ്പ് വഴിയാണ് അല്ലേ? എളുപ്പമുള്ള 4 സ്റ്റെപ്പുകളായിരുന്നു. അതിനകത്ത് മൂന്നാമത്തെ സ്റ്റെപ്പ് കുറച്ചൊരു വിഷമമുള്ളൂ. അത് കുറച്ച് ആലോചിച്ച കിട്ടുന്നതല്ലേ ഉള്ളൂ. അപ്പൊ സംഖ്യാശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് ഹോംവർക്ക് എഴുതാലോ. അപ്പൊ നാളെ എല്ലാവരും അത് ശരിയായിട്ട് ചെയ്തുകൊണ്ട് വരില്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ? സംശയമുണ്ടോ? ഇല്ല, എല്ലാവർക്കും ക്ലിയർ ആണ്. ഹോംവർക്ക് എല്ലാവരും എഴുതിയെടുത്തോ? ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണികളുടെ ബീജഗണിത രൂപം കണ്ടെത്തുക. എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണികളുടെ ബീജഗണിത രൂപം കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണികളുടെ ബീജഗണിത രൂപം കണ്ടെത്തുക. ഒന്നാമത്തെ ശ്രേണി 1 1 1 1 etc. രണ്ടാമത്തെ ശ്രേണി 10 15 20 25 etc. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയോ? എഴുതിയല്ലേ? അപ്പൊ എല്ലാവരും ഹോംവർക്ക് ശരിയായി ചെയ്തിട്ട് വരണം. എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പൊ ശരി. താങ്ക് യു.